നീയേ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇന്നോ ഇന്നലെയോ അല്ലല്ലോ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത്. സൂപ്പർ ഡെക്കറേഷൻ, വാട്ട് എ സെറ്റിംഗ് മാൻ. എന്റെ കല്യാണ ചെലവിന്റെ കൂടെ എക്സ്ട്രാ. കൊള്ളാം. നിന്റെ പ്ലാനിങ് സൂപ്പർ ആയിരുന്നു. മേഡം എന്നെ തൊടാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് നീ മുതലെടുക്കാൻ നോക്കിയല്ലേ? എടാ അനിയ, ശ്രേയ മേഡം എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്തിനു വേണ്ടിയാന്ന് എനിക്കും അറിയാം. കുറെ പ്രതികാരം ചെയ്ത് കഴിയുമ്പോ അവക്ക് ബോറടിക്കും. എങ്ങനെയാണെന്നറിയോ? മേഡം നമ്മുടെ വീട്ടിൽ വന്ന ഒരാഴ്ചക്കുള്ളില് എല്ലാത്തിനെയും ചുരുട്ടി ഒതുക്കി ഒരു മൂലക്കിരുത്തും. അത് കഴിഞ്ഞ് അവക്കൊരു ജീവിതം വേണ്ടേ? അപ്പോ അവൾ എന്റെ അടുത്ത് വരും. അപ്പോ ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം നീ ഇപ്പോ എനിക്ക് വേണ്ടി കാണിച്ചു തന്ന പോസുകളെല്ലാം. പിന്നെ ഫസ്റ്റ് നൈറ്റ്, ഹണിമൂണ്, അത് കഴിഞ്ഞ് ഫസ്റ്റ് ബേബി. ഞാനും അവളും സുഖമായി അങ്ങ് ജീവിക്കും. അപ്പോഴേക്കും നിന്റെ ജീവിതം പോക്കായിരിക്കും അനിയാ. എനിക്കൊരു ജീവിതം കിട്ടാൻ ഒരാഴ്ച, കൂടിപ്പോയ ഒരു മാസം, അത്രേ ഉള്ളൂ. അതുവരെ ചീഫ് എഞ്ചിനീയറുടെ ഭർത്താവ് എന്ന പേര് മാത്രമായിരിക്കും എനിക്ക്. നീ നേരത്തെ പറഞ്ഞില്ലേ അവൾ ജെന്യുവൻ ആണെന്ന്? ആ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേ, എനിക്ക് സ്റ്റേജിൽ കയറാൻ സമയമായി. എല്ലാരും വെയിറ്റിംഗ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാടാ? പോട്ടേടാ അനിയ. പോട്ടേടാ, പോട്ടെ. ചാരു, നിങ്ങളാരും കല്യാണത്തിന് വരില്ലാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. മുഹൂർത്തത്തിന്റെ സമയത്ത് വന്ന് തല കാണിക്കാന്ന് വിചാരിച്ചതാ. നീ വരുമെന്ന് പറഞ്ഞോണ്ടാ ഞാനും ഇങ്ങ് പോകുന്നത്. ഇഷ്ടമില്ലാതെ ചാരു ഞാനും വന്നത്. ഇഷ്ടം കൊണ്ടൊന്നും അല്ല അമൃതേച്ചി ഞാനും ഇവിടെ ഇരിക്കുന്നത്. അല്ലടി, വല്യച്ഛനും നീയും കല്യാണത്തിന് വരില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തു പറ്റി? എന്റെ കുടുംബത്തിനു വേണ്ടി. ശ്രേയെ പോലൊരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്ന എന്തായിരിക്കും അവസ്ഥ? അതെ അമൃതേച്ചി, ശ്രേയ ഒരു സൈക്കോയാ. കല്യാണം ബാലമാമൻ താലിയെടുത്ത് കൊടുത്തേ നടക്കുള്ളൂ എന്ന് എല്ലാരോടും ശപഥം ചെയ്തിരിക്കുക. അവളുടെ വാശി ജയിക്കാൻ ഏതറ്റം വരെയും പോവും ശ്രേയ. അവളെ ഇപ്പൊ എതിർക്കാൻ നിന്നാൽ ആ ദേഷ്യത്തിൽ അവൾ എന്തും ചെയ്യും. ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ എല്ലാരും വന്നത്. കൊള്ളാൻ ചാരു. നാളെ കല്യാണത്തിനേ വല്യച്ഛനോട് താലി എടുത്ത് കൊടുക്കാൻ പറ. അത് കഴിഞ്ഞ് സ്വീകരിച്ച് അണയിച്ച് വീട്ടിൽ കൊണ്ട് കയറ്റും. അല്ലാതെ ഇപ്പോ ഞാനെന്ത് പറയാനാ? കല്യാണം നടക്കില്ല അമൃതേച്ചി. അവിടെ ഞാനൊരു ചെക്ക് വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? കല്യാണം വരെയുള്ള കാര്യങ്ങള് അവള് വിചാരിക്കുന്ന പോലെ നടന്ന ശ്രേയ ഞങ്ങൾക്കെതിരെ മറ്റൊന്നും ചിന്തിക്കില്ല. മുഹൂർത്തം വരെ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞങ്ങള്. പക്ഷെ മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് ഞങ്ങൾ ഇവിടുന്ന് പോവും. ബാലമാമൻ ഇവിടെ ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ലല്ലോ. ശ്രേയയുടെ മുൻപിൽ തലകുനിക്കാൻ ബാലമാമനെ സമ്മതിക്കില്ല ഞാൻ. അത് ശരി, പക്ഷേ നിന്റെ പ്ലാനിങ്ങിലൊരു കുഴപ്പമുണ്ടല്ലോ. എന്റെ കുഴപ്പം?